ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ്. നോക്ക്, ഇന്നിവിടെ നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു മോർണിംഗ് ആണ്. നല്ല സൂര്യപ്രകാശമൊക്കെ ഉണ്ട്. ഞാൻ രാവിലെ മുറ്റത്തിൽ കൂടെ ഇങ്ങനെ പൂക്കളൊക്കെ വിടർന്ന് നിൽക്കുന്നത് കാണാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. മുറ്റത്തിൽ കൂടെ നടക്കുമ്പോൾ നല്ല രസമാണ് ഇതൊക്കെ വിരിഞ്ഞ് നിൽക്കണത് കാണാനായിട്ട്. നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്ന് ഇങ്ങനെ വെയിൽ കാഞ്ഞ് കിടക്കുന്നുണ്ട്. ഈ പൂച്ച നമ്മുടെ അല്ല കേട്ടോ, ഇവിടെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട് വരുന്നതാണ്. ഞാൻ ക്യാമറയും കൊണ്ട് ചെല്ലണത് കണ്ടപ്പോൾ തന്നെ അത് പേടിച്ചോടി. ഇവിടെ കുറേ നല്ല നല്ല കുട്ടി ഫ്ലവേഴ്സ് ഉണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. ഈ വ്ളോഗിൻ്റെ അകത്തൊന്നും തന്നെ ഇല്ല. നമ്മളിപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയല്ലോ, അപ്പോൾ നമ്മുടെ പാറക്കൂട്ടന് ഇവിടെ ഉള്ളതുകൊണ്ട് പാറക്കൂട്ടന് കുറച്ച് ക്രിസ്മസ് ട്രീസും കാര്യങ്ങളൊക്കെ വേണമെന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ അത് നമ്മൾ മേടിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സും അതെങ്ങനെയാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തതെന്നൊക്കെ ഉള്ളൂ. അതാണ് ഈ വീഡിയോയിൽ മെയിനായിട്ടുള്ളത്. ഇത് ചെമ്പകത്തിൻ്റെ പൂവാണെന്ന് തോന്നുന്നു, വൈറ്റ്. നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട്, രാവിലെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട്. ഇത് കണ്ടോ, മഞ്ഞ കളർ ജമന്തി. പിന്നെ നമുക്കൊരു പിങ്ക് കളർ ചെത്തിയുണ്ട്, അതും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇന്നത്തെ നമ്മുടെ ഇതിൽ ക്രിസ്മസിൻ്റെ നമ്മുടെ ഒരു ചെറിയൊരു ഡെക്കറേഷൻ ഒന്ന് നോക്കിയിട്ട് വന്നാലോ? ഓക്കെ, ഇന്ന് പാർക്കുട്ട സർപ്രൈസ് ഉണ്ടോ? ദേ, നമ്മൾ പാർക്കുട്ടനായിട്ട് ഒരു ക്രിസ്മസ് ട്രീ മേടിച്ചു. പാർക്കുട്ട ഹാപ്പിയാണോ? നിക്ക് നമുക്ക് ആ ക്രിസ്മസ് ട്രീ കാണിച്ചു കൊടുക്കാം. ഇതൊന്ന് വിടർത്തി ശരിയാക്കാനുണ്ട്. ഇപ്പം ഇങ്ങനെ അവർ മേടിച്ചുകൊണ്ട് വന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിന് വിടർത്തി ശരിയാക്കണം. പാർക്കുട്ടൻ വിടർത്തണ്ട, നമുക്ക് ശരിയാക്കിയിട്ട് ലാസ്റ്റ് കാണിക്കാം. വേറെ എന്താ മേടിച്ച പാർക്കുട്ടൻ? ഡെക്കറേഷൻ സാധനങ്ങൾ മേടിച്ചോ? ഇങ്ങോട്ട് നീങ്ങി വെക്കി, കാണാൻ പറ്റില്ല അമ്മയ്ക്ക്. ഇവിടെ ഇത് കൊള്ളാലോ പറോ. ഇതെന്താ? ക്രിസ്മസ് ഡെക്കറേഷൻ. ഓക്കെ, ഇത് കെട്ടിയിരുന്ന സാധനം. നെക്സ്റ്റ് എന്താ? ഡ്രസ്. ക്രിസ്മസ് ബോൾ കാണിച്ചേ. ക്രിസ്മസ് ബോൾസ് മേടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇങ്ങ എനിക്ക് അതിന്റെ പാക്കറ്റ് എടുത്ത് കാണിക്കണേ. ആ പാക്കറ്റ് കാണിച്ച് പൊട്ടിക്കല്ലേ? മാമൻ പൊട്ടിക്കും. മാമൻ വന്നിട്ട് പൊട്ടിക്കാം. മഴക്കുറി മാമൻ. ഇനി അടുത്ത കാണിക്ക. അടുത്ത കാണിക്കാത് ബലൂണ്, സ്റ്റാർസ്. മറ്റേത് കാണിക്ക. കുറേ ബലൂൺസ് മേടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് കാണിച്ച റെഡ്. ആ റെഡ് ഇത് കാണിച്ച് പറകൂടെ തുണി താത്തിട്ട്. പൊട്ടിപ്പോവേ. ഞാൻ ബോള് കാണിച്ചേ. ചെണ്ണ സ്റ്റാർ കാണിച്ചേ. കാണിക്ക. ഊരിപ്പോയോ? അവിടെ ഇച്ചിരി മാമ വെച്ചോ. ഇതൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഫൈനല് ഇത് കാണിക്കാം. കാണിക്ക. ഫസ്റ്റ് ഫോൺ കാണിക്കട്ടെ. ടെലിഫോൺ.
ഞെക്ക് അപ്പൊ നമുക്ക് ഇനി ഇന്ന് ക്രിസ്മസ് ട്രീ ലാസ്റ്റ് കാണാം അല്ലേ? അങ്ങനെ ഞാനും പാറക്കുട്ടനും കൂടെ അതേ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പാറക്കുട്ടനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആയിരുന്നു. ഞാനും അതുകൊണ്ട് അവളെപ്പോലെ ഒരു കൊച്ചു കുട്ടീനെ പോലെ അവളുടെ കൂടെ ഇരുന്ന് ഡെക്കറേഷനൊക്കെ കൂടി. പാറക്കുട്ടൻ്റെ ഒറ്റ ഒരാളുടെ നിർബന്ധം കൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം മേടിച്ചത്. കാരണം അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് അവരുടെയൊക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾക്കത് വേണമെന്നും പറഞ്ഞ് വാശിയായി. പിന്നെ അവൾ ഈ റീൽസൊക്കെ കാണുമ്പോൾ റീൽസിലൊക്കെ ഇപ്പോൾ ഒരു ഡെക്കറേഷൻ്റെ ഒക്കെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അവൾക്ക് ഒന്നും കൂടെ ക്രിസ്മസ് ട്രീ വേണമെന്നും പറഞ്ഞ് ബഹളായി. അങ്ങനെയാണ് നമ്മൾ അവൾക്ക് വേണ്ടി മേടിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മൾ കുറച്ച് കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഡെക്കറേഷൻ. അപ്പോൾ അതൊക്കെ വെച്ച് അറേഞ്ച്മെൻറ്റ് ചെയ്യുകയാണ്. ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ നാട്ടിൽ പിറവത്തൊക്കെ ശരിക്കും ഒരു വികാരമാണ് ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഒരുപാട് പള്ളികളുണ്ട്. യാക്കോബിറ്റ്സിൻ്റെ ആണെങ്കിലും കത്തോലിക്കരുടെ ആണെങ്കിലും ഒരുപാട് പള്ളികളും ഇടവകകളൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ കുടുംബ യൂണിറ്റൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ വർഷവും ഒരു 4-5 ക്രിസ്മസ് കരോൾ നമ്മുടെ വീടുകളിൽ വരാറുണ്ട്. അതുകൊണ്ട് ചെറുപ്പം തൊട്ടേ ക്രിസ്മസിൻ്റെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് മാത്രമേ ഉള്ളൂ. 10 ദിവസത്തെ അവധി, ആ അവധി സമയത്ത് ക്രിസ്മസ് ടൈമാണെങ്കിൽ മറ്റ് കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോകുന്നത് വളരെ കുറവാണ്. കാരണം ഏകദേശം ഒരു 21-ാം തീയതി തൊട്ട് നമ്മുടെ വീടുകളിൽ കരോളൊക്കെ വരും. അപ്പോൾ അത് മിസ്സാകാതിരിക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ വീട്ടിൽ തന്നെ ആ ഒരു 21-ാം തീയതി തൊട്ട് 24-ാം തീയതി വരെയൊക്കെ വീട്ടിൽ തന്നെ ആയിരിക്കും. 21 തൊട്ട് 24-ാം തീയതി രാത്രി വരെയാണ്. 25-ാം തീയതി ക്രിസ്മസിൻ്റെ അന്ന് കരോൾ വരില്ല. 24-ാം തീയതി വരെയാണ് നമ്മുടെയൊക്കെ ഇവിടെ വരുന്നത്. 4-5 ടീമൊക്കെ നമ്മുടെ അടുത്ത് വരും. പിന്നെ നല്ല ഒരുപാട് ഓർമ്മകളുണ്ട്. അന്ന് ഈ പറഞ്ഞ മൊബൈലൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അവധി സമയത്തൊക്കെ ഒരു 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കയറി കിടന്നുറങ്ങും. ഏകദേശം ഒരു 11 മണി 11:30 ആയിരിക്കും ഈ ക്രിസ്മസ് കരോൾ ടീമൊക്കെ നമ്മുടെ വീട്ടിൽ വരിക. അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമ്മളെ കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ച് കരോൾ കാണാനായിട്ട് പോയി നിൽക്കും. ഒരുപാട് ഇങ്ങനെ ഉണ്ടായിട്ടുള്ള അവസരങ്ങളുണ്ട്. കാരണം ചിലപ്പോൾ ഈ കരോൾ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഒരു കോലം കെട്ടായിരിക്കുമല്ലോ എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ ഈ കരോളിൻ്റെ കൂടെ നമ്മുടെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരിമാരോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ കണ്ടു കഴിയുമ്പോഴത്തേക്കും വല്ലാത്തൊരു ചമ്മലായിരിക്കും. ഇതൊക്കെയാണ് ഒരു നല്ല മെമ്മറീസ് ആയിട്ടുള്ളത്. പിന്നെ 24-ാം തീയതി രാത്രിയിൽ ആണ് പ്ലം കേക്ക് നമ്മുടെ വീട്ടിൽ മേടിക്കുന്നത്. അപ്പോൾ അന്ന് വൈകുന്നേരം രാത്രിയാകുമ്പോൾ പപ്പ ഇങ്ങനെ കേക്ക് മേടിച്ചുകൊണ്ട് വരുന്നത് ഇങ്ങനെ നോക്കിയിരിക്കും. അതുപോലെ തന്നെ 25-ാം തീയതി ആകുമ്പോഴത്തേക്കും 24-ാം തീയതി രാത്രി നമ്മൾ വീട്ടിൽ കേക്കൊക്കെ ചെറിയ പീസ് മുറിച്ച് നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിക്കും. എന്നാൽ പോലും 25-ാം തീയതി ആകുമ്പോൾ നമ്മുടെ അടുത്തുള്ള ക്രിസ്ത്യൻ ഫാമിലി അവർ നമുക്ക് കേക്കൊക്കെ കൊണ്ട് തരും. അന്നൊക്കെ ഒരു പ്ലം കേക്ക് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അത് ആ വർഷത്തിലെ ഒരു ക്രിസ്മസ് ടൈമിലാണ് ഒരുപാട് കഴിക്കാനായിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് അതൊക്കെ നല്ലൊരു മെമ്മറീസായിട്ട് ഇപ്പോഴും ഉണ്ട്. പാറക്കുട്ടൻ ഭയങ്കര കാര്യമായിട്ട് ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും അവളിങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു. പാറക്കുട്ടൻ ഇത്രയും എക്സൈറ്റഡ് ആവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അവൾ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് നാട്ടിലൊരു ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അവൾ 2.5 വയസ്സുള്ളപ്പോൾ നമ്മൾ കേരളത്തിന് പുറത്തേക്ക് പോയതാണ്. ഇപ്പോൾ നമ്മൾ താമസിക്കുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ഓരോ സംസ്ഥാനത്തും അവരുടേതായ ഒരു കൾച്ചർ ഉണ്ടായിരിക്കും. നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽസ് എന്ന് പറഞ്ഞാൽ വേറെ ആയിരിക്കും. അപ്പം നമ്മുടെ കേരളത്തിലെ പോലെ അവർ ക്രിസ്മസ് ഒന്നും സെലിബ്രേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള പോലെ കരോളൊന്നും നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാണാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ പാറക്കുട്ടനാണേലും കരോള് വരുന്നതൊന്നും കണ്ടിട്ടില്ല.
അപ്പോൾ ഇവിടെ ഈ പ്രാവശ്യം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കൂട്ടുകാരൊക്കെ പറഞ്ഞ് ക്രിസ്മസും സെലിബ്രേഷനൊക്കെ ഇങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അമ്മയുടെ ചെറുപ്പത്തിലൊക്കെ എങ്ങനെയായിരുന്നു ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നതെന്ന്, നിങ്ങൾ കേക്കൊക്കെ മേടിക്കുമായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അവൾക്ക് നമ്മുടെ ഇങ്ങനെ പഴയ കഥകളൊക്കെ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ കളിച്ച് നടന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ക്രിസ്മസ് പോലുള്ള ഓരോ ഫെസ്റ്റിവൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തൊക്കെ അവൾക്ക് അറിയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ കരോളിനെ പറ്റി അവൾക്ക് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ കുറേ പേര് വരും, അതിലൊരു അപ്പൂപ്പനുണ്ടായിരിക്കും, അവർ ഡാൻസൊക്കെ ചെയ്യും. അതുകൊണ്ട് പാർക്കുട്ടിനും കരോള് വരാനായിട്ട് കാത്തിരിക്കുകയാണ്. അത്രയ്ക്ക് അവൾ എക്സൈറ്റഡ് ആണ്. അതുകൊണ്ടാണ് അവൾ ഈ പ്രിപ്പറേഷനൊക്കെ വേണമെന്ന് പറഞ്ഞത്. സ്റ്റാർ വേണം, ക്രിസ്മസ് ട്രീ വേണം, അവർ വരുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ അവൾക്ക് വേറെ നമ്മൾ കുറച്ച് ക്രിസ്മസിൻ്റെ ഗിഫ്റ്റുകൾ മേടിച്ചിട്ടുണ്ട്. അതവൾ ലാസ്റ്റ് അത് ഈ വീഡിയോയിൽ തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻ ഓൾമോസ്റ്റൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ ഓരോ സാധനങ്ങളും നമ്മൾ ഏതാണ്ടൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി പാറക്കുട്ടന് ഇപ്പോൾ ക്രിസ്മസിന് ഇടാനായിട്ട് പുതിയ ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവൾക്ക് ഓൾറെഡി ഒരു റെഡ് കളർ ഡ്രസ്സുണ്ട്, അവൾക്കത് പറ്റില്ല, അവൾക്ക് പുതിയ റെഡ് കളർ ഡ്രസ്സ് വേണമെന്നും പറഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു നമുക്ക് ഇനി സെലിബ്രേഷൻസൊക്കെ വരുന്നുണ്ട്, ന്യൂ ഇയർ ഇവിടെ പെരുന്നാളൊക്കെ വരുന്നുണ്ട്, അപ്പം നമുക്ക് പിന്നെ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ സമ്മതിക്കില്ല. അവൾക്ക് ഡ്രസ്സ് വേണമെന്നും പറഞ്ഞ് ഒരേ ബഹളമാണ്. അവൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വെക്കേഷൻ ശരിക്കും അവൾ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ പറയാം. നാട്ടിൽ വരുന്നു, അവൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവൾ നന്നായിട്ട് മലയാളമൊക്കെ സംസാരിക്കാൻ തുടങ്ങി. എന്താ പറയുക, അവൾ നമ്മുടെ ഇവിടുത്തെ ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങി. അവൾ ശരിക്കും ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ട്രീയിൽ നമ്മൾ ഫൈനലായിട്ട് നമ്മുടെ കയ്യിൽ 3 സ്റ്റാർസ് ഉണ്ടായിരുന്നു. 3 സ്റ്റാർസും നമ്മളിത് ഫിറ്റ് ചെയ്തു. എല്ലാം അങ്ങനെ ഫിറ്റ് ചെയ്ത് നമ്മുടെ ട്രീ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനി നമ്മൾ ഈ ട്രീയിൽ LED ബൾബൊക്കെ ഇട്ട് ഒന്നും കൂടി അത് ബ്യൂട്ടിഫുൾ ആക്കണം. ക്രിസ്മസ് ട്രീയിൽ ഇടാനായിട്ട് നമ്മൾ LED ബൾബ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ LED ബൾബ് ഒരുപാടുണ്ട്. നമ്മുടെ ട്രീ ആണെങ്കിൽ ഒരു ഇത്തിരി ചെറിയ ട്രീ ആണ്, അതിൽ ചുറ്റാനായിട്ട് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള LED ആണ്. അപ്പോൾ ഞങ്ങളിത് അത് ഇറയത്ത് കൊണ്ട് വെച്ചു. എന്നിട്ട് ഇത് അതിൽ നമ്മൾ LED ബൾബൊക്കെ ചുറ്റി ഒരുവിധം ഭംഗിയാക്കിയിട്ടുണ്ട്. ഗൈസ് നമ്മളങ്ങനെ ഓൺ ചെയ്തു, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എന്താ ക്രിസ്മസ് ട്രീ അങ്ങ് നിന്ന് കത്തുക എന്നൊക്കെ പറയില്ല, അതുപോലെ LED ബൾബ് അങ്ങ് കിടന്ന് തിളങ്ങി നല്ല ഭംഗിയായിട്ടുണ്ട്. പാറക്കുട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. പാറക്കുട്ടൻ അവൾക്ക് മാമ മേടിച്ചു കൊടുത്ത ടോയ് ആയിട്ടുള്ള ഫോണും വെച്ചൊക്കെ അവിടെ കളിക്കുക. പാറക്കുട്ടൻ പറയുന്നത് നമുക്ക് ക്രിസ്മസ് അപ്പൂപ്പൻ വരുമ്പോഴത്തേക്കും അതിൻ്റെ വീഡിയോ എടുത്ത് കരോളും കാണിച്ചു കൊടുക്കണം എന്നാണ് അവളോടൊന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് നമ്മൾ ആദ്യമായിട്ടൊരു ക്രിസ്മസ് ട്രീ നമ്മുടെ വീട്ടിൽ വെച്ചതാണ്. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നന്നായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റാർ. പല ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ള ബൾബാണ് ഇട്ടേക്കണത്. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. പാർക്കിന് ഒത്തിരി ഇഷ്ടമായി ഈ സ്റ്റാർ. ഇത് ഞാൻ ഡേ ടൈമിലെടുത്ത് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഒരു വീഡിയോ ആണ്. ഇതിൽ നല്ല ഭംഗിയിൽ ഇച്ചിരി വെട്ടത്തിൽ കാണാൻ വേണ്ടിയാണ്. അങ്ങനെ ഈ ഡിസംബറിൽ ഈ 2024 നമ്മുടെ ക്രിസ്മസ് കരോളിനൊക്കെ വരവേൽക്കാനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഡെക്കറേഷൻസും സ്റ്റാറും എല്ലാം റെഡിയായി. ഇനി ഇതാണ് പാറക്കുട്ടിന് നമ്മൾ അപ്പൂപ്പൻ്റെ തലയിൽ വെക്കുന്ന തൊപ്പി വേണമെന്ന് പറഞ്ഞ് അത് മാമനെയും കൊണ്ട് മേടിപ്പിച്ചേക്കുന്നതാണ്. അവൾക്കത് കരോള് വരുമ്പോൾ വെക്കാനാണെന്നും പറഞ്ഞാണ്. കരോള് വരുമ്പോൾ അവൾ എഴുന്നേറ്റാൽ തന്നെ ഭാഗ്യം. പിന്നെ അവൾക്ക് തൊപ്പി മേടിച്ചു, വീണ്ടും അവൾക്ക് അതിൻ്റെ കണ്ണടയും മേടിച്ചു. അതേ സ്റ്റൈലിലുള്ള ക്രിസ്മസിൻ്റെ സ്റ്റൈലിലുള്ള ഒരു റായി മേടിച്ചു കൊടുത്തു തലയിൽ വെക്കുന്നത്, ഹെയർ ബാൻഡ് മേടിച്ചു കൊടുത്തു. അവളുടെ തലമുടി പോണിറ്റയിൽ കെട്ടിയേക്കുന്നതുകൊണ്ട് അത് തൊപ്പി ഇപ്പം ഇറങ്ങി പോകാൻ ഇച്ചിരി ഇറക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ ഫൈനലി പാറക്കുട്ടൻ കണ്ണടയും വെച്ചു. കണ്ടോ, ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഇതുള്ള ഹെയർ ബാൻഡും വെച്ചു. ആ കണ്ണടയിൽ ഹാപ്പി ക്രിസ്മസ് എന്നുള്ള ഒരു ചെറിയ ക്രിസ്മസ് ട്രീ പോലത്തെ ഒരു തൊപ്പിയുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല ഗൈസ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു.